പുഷ്പ എന്നത് ഒരു പേരല്ല, പുഷ്പ ഒരു ബ്രാൻഡാ. അപ്പോൾ പുഷ്പ 2 കണ്ടവർ ആയിരിക്കും ഈ വീഡിയോ കാണുന്നതെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പുഷ്പയെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനും കുറച്ച് സംശയങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഹെവി സ്പോയിലേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് ചിത്രം കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. പേഴ്സണലി പടം അത്ര എനിക്ക് വർക്കായില്ല. ഫസ്റ്റ് പാർട്ട് തന്നെയാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റൊക്കെ ഷോക്കാക്കി കളഞ്ഞു. വേറൊരു കാര്യം എന്ന് പറയുന്നത് ക്ലൈമാക്സിലായിട്ട് വേറൊരു വില്ലനെ കാണിക്കുന്നുണ്ട്, പക്ഷേ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. പുഷ്പ 3-ലെ വില്ലൻ തന്നെയാണിത്. ഇതിനു മുമ്പ് വിജയ് ദേവരകൊണ്ട ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട്, സുകുമാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞു. പുഷ്പ 3 ഓൾറെഡി ഉണ്ടെന്ന് നേരത്തെ തന്നെ അറിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരു ചാൻസ് ആണ് ഇപ്പോൾ കൂടുതൽ ആളുകളും പറയുന്നത്, വിജയ് ദേവരകൊണ്ട വില്ലനായിട്ട് വരും എന്നൊക്കെ. പക്ഷേ എനിക്ക് അത് ഫാഫയായിട്ട് തന്നെയാണ് തോന്നുന്നത്. പുഷ്പ 2-ൽ പുള്ളിയുടെ ക്യാരക്ടർ ഇത്തിരി വീക്കായിരുന്നു, അത് ശരിയാണ്. പക്ഷേ പുഷ്പ 2-ൽ ഒരിക്കലും ആ ഒരു ക്യാരക്ടർ മരിക്കുന്നതായിട്ട് കാണിച്ചിട്ടില്ല. അങ്ങനൊരു മരണം ആയിരിക്കില്ല ഫഹദിനെ കൊടുക്കുന്നത്. അവസാനം കാണിക്കുന്ന ക്യാരക്ടറുടെ കൈയൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, കത്തിക്കരിഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് ഫഹദ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഫേസ് റിവീൽ ചെയ്യാത്ത കൊണ്ട് ഒന്നും പറയാനും പറ്റത്തില്ല. അഥവാ ഫഹദ് തന്നെയാണെങ്കിൽ പുള്ളി കുറച്ചുകൂടെ സൈക്കോ ആയിട്ടുണ്ട്. പോലീസ് യൂണിഫോം ഒക്കെ ഉപേക്ഷിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത രീതിയിലാണ് ഫഹദ് നിൽക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും ഫഹദിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ അല്ലുവിൻ്റെ തുടക്കത്തിലുള്ള ഇൻട്രോ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഒന്നും കാണിച്ചിട്ടില്ല. ആ ഒരു ഇൻട്രോ കഴിഞ്ഞിട്ട് എന്താണ് ശരിക്കും നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെയാണ് എനിക്കത് മനസ്സിലായത്, അത് പുഷ്പ 3-ലെ സീനാകും എന്ന്. ആലോചിച്ച് ഊഹിച്ചെടുത്തതാണ്. പിന്നെ പുഷ്പ 2-ൻ്റെ പ്രൊമോ ഇറങ്ങിയ സമയത്ത് ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ എവിടെയാണ് പുഷ്പ എന്ന് പറഞ്ഞൊരു ഐറ്റം. അവസാനം പുലി പുഷ്പയെ കണ്ടിട്ട് പേടിച്ചു പോകത്തില്ലേ, അതൊന്നും ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടില്ല. മേ ബി അതും തേർഡ് പാർട്ടിലുള്ളതായിരിക്കും. ക്ലൈമാക്സിലായിട്ട് ബോംബ് പൊട്ടി അവിടെയുള്ള കുറേ ആളുകൾ മരിച്ചു കാണുമല്ലോ, ശ്രീവള്ളി ഉൾപ്പെടെ ചിലപ്പോൾ മരിച്ചു കാണും. പക്ഷേ പുഷ്പ മാത്രം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ആയിരിക്കണം പുഷ്പ എവിടെയാണ് എന്നൊക്കെ ഉള്ളൊരു സംസാരം ഉള്ളത്. ഇതൊക്കെ വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു പ്രൊമോയും പുഷ്പ 3-യുടേത് ആയിരിക്കും. പക്ഷെ അതെന്തിനാണ് പുഷ്പ 2 ഇറങ്ങുന്ന സമയത്ത് കാണിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ഇപ്രാവശ്യം പുഷ്പയുടെ വരവ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.